ഹായ് ഹലോ കൂട്ടുകാരെ, തുമ്പീസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഗിഫ്റ്റ് മേടിക്കൽ ഒരു പരിപാടിയായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ കുണ്ട്രയിലുള്ള സൂപ്പർ ബസാറാണ്. അവിടാണ് നമ്മളിന്ന് ഗിഫ്റ്റ് മേടിക്കാൻ വന്നിരിക്കുന്നത്. ഗിഫ്റ്റ് എന്തിനാണെന്ന് അറിയണ്ടേ? ഇന്ന് നമുക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ട്. ആ ഹൗസ് വാമിങ്ങിന് കൊടുക്കാനായിട്ടാണ് നമ്മളിന്നൊരു ഗിഫ്റ്റ് മേടിക്കുന്നത്. പിന്നെ അറിയാമല്ലോ, ഈ പെണ്ണുങ്ങളെയും കൊണ്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയാൽ പിന്നെ നമുക്ക് എന്താണെന്നറിയാം, എല്ലായിടത്തും നിന്ന് വായും തുറന്ന് കീറിക്കൊണ്ട് വായും കീറിക്കൊണ്ട് അവിടെ നോക്കിക്കൊണ്ട് നിൽക്കും. എന്താ കണ്ടാലും അവിടെ പോയി ഇന്ന് അതും എടുത്ത് ഇതും എടുത്ത് അതെല്ലാം നുള്ളിപ്പറക്കി അവിടെ ഇവിടെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കും. അതാണ് ഈ ആണുങ്ങളാരെ പെണ്ണുങ്ങളെയും കൊണ്ട് ഷോപ്പിങ്ങിന് പ്രത്യേകിച്ച് ഇറങ്ങാത്ത കാര്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും എൻ്റെ ഹസ്ബൻഡും ഉണ്ട് കൂടെ കേട്ടോ. ഞാൻ ഹസ്ബൻഡിനെയും കൊണ്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലായിടത്തും പോയി നോക്കുന്നുണ്ട്, എന്തൊക്കെയാണ് എടുക്കേണ്ടതൊന്നും ഒരു നിശ്ചയമൊന്നുമില്ല. അപ്പോൾ നമ്മളിന്നൊരു ഡിന്നർ സെറ്റ് മേടിക്കാമെന്നും പറഞ്ഞാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കി കുഴഞ്ഞ് ഞാൻ അവിടെ ചെന്ന് ഡിന്നർ സെറ്റല്ല നോക്കുന്ന മൊത്തം എൻ്റെ കണ്ണി കാണുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ നോക്കി അതിൻ്റെ വിലയും നോക്കി ഇതിൻ്റെ വിലയും നോക്കിയാണ് എടുക്കുന്നത്. ഗിഫ്റ്റ് മേടിക്കാൻ വന്ന് എന്നുള്ളൊരു ബോധം ഞാനങ്ങ് എൻ്റെ മനസ്സിനെ അങ്ങ് പോയി. ഞാൻ പോയിട്ട് നോക്കുന്നത് നമ്മുടെ വീട്ടിൽ ആവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയൊക്കെയാണ് ഞാൻ നോക്കുന്നത്. ഏറ്റവും അവസാനമാണ് എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്തിനാ വന്നേന്ന് ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞു ഗിഫ്റ്റ് മേടിക്കാനെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ നീ അത് പോയി നോക്കാം, പിന്നെ നീ എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്നതെന്ന്. സത്യം പറയല്ല കൂട്ടുകാരെ, അതിനകത്ത് പോയപ്പോൾ എൻ്റെ ഫിലമെൻ്റ് അടിച്ച് പോയത് കണക്കായിപ്പോയി. കാര്യം അതിനകത്ത് കയറിയപ്പോൾ നമുക്ക് എന്തൊക്കെ എടുക്കണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ. സ്റ്റീൽ പാത്രങ്ങളായാലും ഡിന്നർ സെറ്റുകളായാലും പിന്നെന്താ നമ്മുടെ സെറാമിക്കിൻ്റെ പാത്രങ്ങൾ, ഫൈബർ പ്ലേറ്റുകൾ, അങ്ങനെയുള്ള ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. പ്ലേറ്റിനൊക്കെ ആണെങ്കിൽ വളരെ തുച്ഛമായ റേറ്റൊക്കെയാണ്, വലിയ റേറ്റൊന്നുമില്ല, അധികം വിലയൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് എടുത്തു. പക്ഷേ നമ്മൾ തിരക്കി വന്ന സാധനം അവിടെ ഇല്ലായിരുന്നു. തിരക്കി വന്ന സാധനം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതിൻ്റെ കളർ ഇഷ്ടപ്പെട്ടില്ല. ആടെ ഇതായിരുന്നു അത്. ഈ കുട്ടി എടുത്തു വെച്ചിരുന്ന ഈ സാധനമായിരുന്നു നമ്മൾ തിരക്കി വന്നത്, പക്ഷേ എനിക്കതിൻ്റെ കളർ ഇഷ്ടപ്പെട്ടില്ല. അത് വൈറ്റ് ആയിരുന്നു. ഞാൻ ഉദ്ദേശിച്ച് വന്ന കളറ് അതല്ലായിരുന്നു. പിന്നെ അത് എടുത്ത് അതിൻ്റെ റേറ്റും ഒക്കെ നോക്കി അതിൻ്റെ ഒരു എന്താണ് കളറും പിന്നെ എന്താ പറയുക, അതിൻ്റെ ഒരു ഭംഗിയും എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതല്ല സാധനം എന്ന് പറഞ്ഞു. അപ്പോൾ ആ പാവം കുട്ടി ഒരു പാവം ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടി അടുത്ത ഒരു ഗിഫ്റ്റായിട്ട് എടുത്ത് കാണിച്ചു തന്നു. പക്ഷേ അതുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ച സംഭവം ഇതൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ വീണ്ടും ഓരോന്നൊക്കെ എടുത്ത് നോക്കാൻ തുടങ്ങി. എന്തായാലും വന്നേയില്ലേ, വന്നപ്പോൾ എല്ലാം കൂടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ നോക്കി വന്ന സാധനം അവിടെ ഇല്ലെന്ന് നമുക്ക് ഉറപ്പായി. ഇനി വേറെ ഏതെങ്കിലും കടകളിലൊക്കെ പോകണം. പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും ഒന്നും കിട്ടിയില്ല, എന്നാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരെണ്ണം അങ്ങ് എടുത്താലോ എന്ന്. അങ്ങനെ അതൊക്കെ എടുത്ത് നോക്കിയതായിരുന്നു. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ നമുക്ക് ഇതിനകത്ത് നിന്നൊക്കെ 2-3 മേടിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് 1-2 സാധനങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് ഇതും സെറാമിക്കിൻ്റെ പാത്രവും സ്റ്റീൽ പാത്രവും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അതൊന്നും വേണ്ട, അല്ലാതെ നീ ഉദ്ദേശിച്ച് വന്നത് അങ്ങ് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞ്. അങ്ങനെ ആ സംഭവം ഇവിടെ കാണാഞ്ഞ് പിന്നെ ഞങ്ങൾ ആ ഷോപ്പിൽ നിന്നും ഇറങ്ങാൻ തീരുമാനിച്ചു. നിരാശയോടെയാണ് ഇറങ്ങിയത്. അവിടെ നമുക്ക് സാധനം കിട്ടിയതുമില്ല. അങ്ങനെ നിരാശയോടെയാണ് ഒരു വിഷമത്തോടെ ഞാൻ ഇറങ്ങി. കാര്യം നമ്മുടെ ഷോപ്പിൽ നിന്ന് വന്നതല്ലേ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇതായിരുന്നു. ഇത് അടുത്ത ഷോപ്പിൽ കയറി ഞങ്ങളിത് മേടിച്ചു. സന്തോഷത്തോടെ ആ വീട്ടിലേക്ക് കൊണ്ടുകൊടുത്തു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ആദ്യത്തെ ഷോപ്പിൽ കയറിയപ്പം ഭയങ്കര നിരാശയായിപ്പോയി. നമുക്കൊന്നും മേടിക്കാൻ പറ്റിയില്ല, നമ്മൾ ആഗ്രഹിച്ച സാധനവും കിട്ടിയില്ല. വേറൊരു ഷോപ്പിൽ നിന്നാണ് ഇത് മേടിച്ചത്. അപ്പോൾ ടാറ്റ, ഓക്കെ, ബൈ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.